വെൽക്കം ടു ക്യാപ്സ്യൂൾ ഹബ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടെക്നിക്കൽ മാത്തമാറ്റിക്സിൻ്റെ ബൈനോമിയൽ എക്സ്പാൻഷനിലെ കണ്ടിന്യൂഷനാണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ബൈനോമിയൽ എക്സ്പാൻഷൻ പാസ്കൽസ് ട്രയാങ്കിൾ യൂസ് ചെയ്ത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് പഠിച്ചത്. അപ്പം ഇന്ന് നമുക്ക് ബൈനോമിയൽ തിയറം യൂസ് ചെയ്ത് എങ്ങനെയാണ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നുള്ളത് നോക്കാം. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ബൈനോമിയൽ എക്സ്പാൻഷൻ നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാസ്കൽസ് ട്രയാങ്കിൾ വെച്ചാണ് ബൈനോമിയൽ എക്സ്പാൻഷൻ ചെയ്തത്. അപ്പോൾ അതെല്ലാവരും വീഡിയോ കണ്ടില്ലെങ്കിൽ കണ്ടു നോക്കുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇന്ന് ബൈനോമിയൽ തിയറം വെച്ചിട്ടുള്ള പ്രോബ്ലംസാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പാസ്കൽസ് ട്രയാങ്കിൾസ് യൂസ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ക്ലാസ്സിലെത്തത് കണ്ടു നോക്കുക. അപ്പോൾ ബൈനോമിയൽ തിയറം എന്താണ്? a + b the whole raised to n is equal to nc0 a raised to n plus nc1 a raised to n minus 1 b plus nc2 a raised to n minus 2 b square plus അപ്പോൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും അല്ലേ. nc3 a raised to n minus 3 b cube അങ്ങനെ പോവും. nc n minus 1 a raised to a b raised to n minus 1 പ്ലസ് ലാസ്റ്റ് ടേം എങ്ങനെ എഴുതും? nc n എ ടേം ഇല്ല അല്ലേ, അപ്പോൾ b raised to n. അപ്പോൾ ഇതാണ് നമ്മുടെ ബൈനോമിയൽ തിയറം എന്ന് പറയുന്നത്. പാസ്കൽ ട്രയാങ്കിളുമായിട്ടുള്ള വളരെ സിമിലർ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണിത്. അപ്പോൾ ഇതിൽ ഈ ബൈനോമിയൽ കോഎഫിഷ്യൻ്റായ NCR എന്നുള്ള ടേമിൻ്റെ ജനറൽ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ബൈനോമിയൽ കോഎഫിഷ്യൻ്റ് NCR എന്ന് പറയുന്നത് എന്താണ്? n ഫാക്ടോറിയൽ ബൈ n minus r ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ അല്ലേ. +1 +2 പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് ഓർത്ത് വയ്ക്കുക. n ഫാക്ടോറിയൽ ബൈ n minus r ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ. ഇനി 2-3 കാര്യങ്ങളും കൂടി മനസ്സിലാക്കി വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. 2-3 കാര്യങ്ങളും കൂടി ഉണ്ട്, അതും കൂടെ വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാൻ ഈസി ആയിരിക്കും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് nc0 ആൻഡ് ncn രണ്ടിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. nc0യും 1 ആണ്, ncn വന്നാലും അതെന്താണ്? വാല്യൂ 1 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് തിങ് എന്താണ്? nc1 എന്ന് പറഞ്ഞാൽ അത് ആരായിരിക്കും? n തന്നെയായിരിക്കും. nc1 ഇപ്പം 5c1 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ആണ്. 10c1 എന്ന് പറഞ്ഞാൽ അത് 10 ആണ്. അപ്പോൾ അതും മനസ്സിലാക്കി വയ്ക്കുക. നെക്സ്റ്റ് തിങ് nc(n minus r) is equal to ncr. അപ്പോൾ ncrഉം nc(n minus r)ഉം എന്തായിരിക്കും? എപ്പോഴും ഈക്വൽ ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് ചെയ്ത് നോക്കാം, അപ്പോൾ മനസ്സിലാവും. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും, അതും മനസ്സിലാക്കി വയ്ക്കുക. ഇനി നെക്സ്റ്റ് തിങ് എന്താണ്? ഓക്കെ, അപ്പോൾ നമ്മൾ ജനറലൈസ് ചെയ്ത് എങ്ങനെയാണ് ഈ ഫോമുല എഴുതാൻ വേണ്ടി പോകുന്നത്? എക്സ്പ്രഷൻ എങ്ങനെ പറയാം? a + b the whole raised to n is equal to sigma r is equal to 0 to n ncr a raised to n minus r b raised to r. അപ്പോൾ ഇതാണ് എൻ്റെ ജനറലൈസ്ഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോയിൻറ്റ്സും കൂടെ ഓർത്ത് വച്ചിരിക്കുക. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഫോമുല ഒന്നും കൂടെ എഴുതിയാണ്. NCR is equal to n ഫാക്ടോറിയൽ ബൈ n minus r ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ അല്ലേ. അപ്പോൾ ഇതിൽ n ഫാക്ടോറിയൽ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ n ഇൻറ്റു n minus 1 ഫാക്ടോറിയലാണ്. n ഇൻറ്റു n minus 1 ഫാക്ടോറിയൽ, ഇതും ഓർത്ത് വയ്ക്കുക, ഈ ഇക്വേഷൻ മനസ്സിലാക്കി വയ്ക്കുക. അപ്പം സപ്പോസ് നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ എഴുതാം. ഇപ്പോൾ നമ്മൾ 10 ഫാക്ടോറിയലാണെന്ന് വയ്ക്കുക. 10 ഫാക്ടോറിയലിനെ നമുക്ക് എങ്ങനെ എഴുതാം? 10 ഇൻറ്റു 9 ഫാക്ടോറിയൽ എന്ന് എഴുതാം അല്ലേ. 10 ഇൻറ്റു 9 ഫാക്ടോറിയൽ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഫാക്ടോറിയൽ എന്ന് എഴുതാം. മനസ്സിലായല്ലോ, കുറഞ്ഞു വരും. സോ 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഫാക്ടോറിയലിനെ എങ്ങനെ എഴുതാം? 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. അപ്പോൾ ഇങ്ങനെയാണ് ഫാക്ടോറിയലിനെ നമുക്ക് എഴുതാം. ഡൗൺ ചെയ്ത് അങ്ങ് എഴുതിയാൽ മതി. ഓരോ 1 ഡിക്രിമെൻറ്റ് ചെയ്ത് എഴുതുക. അപ്പോൾ നമുക്കൊരു
കാര്യങ്ങൾ കുറച്ചും കൂടെ നോക്കാം. 5C0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു NC0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 5C5 ആണെങ്കിലോ അതിൻ്റെ വാല്യൂവും 1 ആണ്. NCN എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചു? 1 ആണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ 5C1 വന്ന എന്താണ് വാല്യൂ? 5 ആണല്ലേ. 5C1 5 ആണ്. അതായത് NC1 എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? N തന്നെ ആയിരിക്കും വാല്യൂ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് വയ്ക്കുക. അതുപോലെ നമ്മൾ പഠിച്ച വേറൊരു കാര്യമാണ് എന്ത്? NC6ഉം NCN-6ഉം ഈക്വൽ ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ 10C2 ഞാൻ എടുക്കുകയാണ്. അപ്പോൾ 10C2ഉം 10C8ഉം കൺസിഡർ ചെയ്യുകയാണ്. ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് നമ്മൾ ഇക്വേഷൻ പറയുന്നത്. അപ്പോൾ അത് എങ്ങനെ ഈക്വൽ ആവുന്നതെന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അതായത് NC6ഉം NCN-6ഉം ഈക്വൽ എന്നാണ് പറയുന്നത്. NC6ഉം NCN-6ഉം. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് ചെയ്ത് നോക്കാം, അതെങ്ങനെ വരുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം നമുക്ക് 10C2 ചെയ്ത് നോക്കാം. 10C2 എങ്ങനെ എഴുതും? 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n-r ഫാക്ടോറിയൽ ആണ് അല്ലേ. അപ്പം 10 - 2 ഫാക്ടോറിയൽ 10 - 2 ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ. അപ്പോൾ 2 ഫാക്ടോറിയൽ. ഓക്കെ, ഇനി ഫാക്ടോറിയലിനെ എങ്ങനെ എഴുതാം? 10 ഫാക്ടോറിയൽ. അത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാമേ. അപ്പോൾ 10 ഫാക്ടോറിയൽ ബൈ 8 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്ന് വന്നു അല്ലേ. താഴെ 8 ഫാക്ടോറിയലും 2 ഫാക്ടോറിയലും ഉണ്ട്. അപ്പോൾ മേളിൽ ഇനി 10നെ എങ്ങനെ എഴുതാൻ പോവുകയാണ്? 10 × 9 × 8 ഫാക്ടോറിയൽ ബൈ 8 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. അപ്പം എന്തിനാണ് അങ്ങനെ എഴുതിയത്? മേളിൽ താഴെ ഒരു 8 ഫാക്ടോറിയൽ ഉള്ളതുകൊണ്ട് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അല്ലേ. അപ്പം മേളിലും താഴെ 8 ഫാക്ടോറിയൽ പോയിട്ട് ബാക്കി എന്ത് കിട്ടും? 10 × 9 ബൈ 2 ഫാക്ടോറിയൽ എങ്ങനെ എഴുതാം? 2 × 1 അല്ലേ. അപ്പോൾ 10 × 9 ബൈ 2 × 1 ഇതാണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, 10C2 ചെയ്യുമ്പോൾ ഉള്ള വാല്യൂ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്ത് നോക്കാം? 10C8 ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ഞാൻ 10C8ഉം കൂടെ എഴുതാം. അപ്പോൾ 10C8 എങ്ങനെ എഴുതും? 10 ഫാക്ടോറിയൽ ബൈ 10 - 8 ഫാക്ടോറിയൽ ഇൻറ്റു 8 ഫാക്ടോറിയൽ വിച്ച് ഈസ് ഈക്വൽ ടു 10 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 8 ഫാക്ടോറിയൽ വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതും? 10 × 9 × 8 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 8 ഫാക്ടോറിയൽ അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു 8 × 8ഉം പോയി, 8 ഫാക്ടോറിയൽ ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ 10 × 9 ബൈ 2 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോഴത്തേക്കും 1 × 2. അപ്പം രണ്ട് ആൻസറും എന്തായി? 10C2 ചെയ്തപ്പോഴും 10C8 ചെയ്തപ്പോഴും നമുക്ക് എന്ത് തന്നെ കിട്ടി? സെയിം ആയിട്ടുള്ള വാല്യൂ തന്നെയാണ് കിട്ടിയത്. അതുകൊണ്ടാണ് അത് രണ്ടും എന്താവുന്നത്? ഈക്വലായി വരുന്നത്. അപ്പോൾ അതും ഓർത്ത് വയ്ക്കുക. NC6ഉം NCN-6ഉം വാല്യൂ എന്തായിരിക്കും? സെയിം. ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. x+2⁻6 ആണ് ക്വസ്റ്റ്യൻ. അതെങ്ങനെയാണ് നമ്മുടെ ബൈനോമിയൽ തിയറം വഴി സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം എങ്ങനെ എഴുതും? n എന്ന് പറയുന്നത് 6 ആണല്ലേ. അപ്പോൾ 6C0 x⁻6 പ്ലസ് 6C1 x⁻5 2⁻1 പ്ലസ് 6C2 x⁻4 ആയി. ഇപ്പോൾ 2 എന്തായി? ഇൻക്രിമെൻ്റ് ആയി, 2 സ്ക്വയർ ആയി. നെക്സ്റ്റ് ടേം ഏതാണ്? 6C3 ആണ്. അപ്പോൾ x⁻5 ആയി, x⁻3 ആയി, 2 ക്യൂബായി. പ്ലസ് 6C4 x എന്തായി? x സ്ക്വയർ ആയി, 2 എന്തായി? 2⁻4 ആയി. പ്ലസ് 6C5 x എന്തായി? x⁻1 ആയി, 2⁻5. പ്ലസ് ലാസ്റ്റ് ടേം എന്താണ്? ലാസ്റ്റ് ടേം 6C6 ആണല്ലേ. 6C6 x ഇല്ലല്ലോ, അപ്പം 2⁻6. ഇതാണ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഇനി സോൾവ് ചെയ്തെടുക്കുക. സോൾവ് ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്യുക. ആദ്യത്തെ ടേം നോക്കുക. 6C0 x⁻6 ആണ്. 6C0യുടെ വാല്യൂ എന്താണ്? 1 ആണല്ലേ. അപ്പം നമ്മൾ എന്തെന്ന് പഠിച്ചിട്ടുണ്ട്? NC0 എന്താണ് പഠിച്ചിട്ടുണ്ട്? 1 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. സോ 6C0ൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ x⁻6 മാത്രമേ ഉള്ളൂ. പ്ലസ് 6C1 NC1 എന്താണെന്ന് പഠിച്ചു? n ആണെന്ന് പഠിച്ചു. അപ്പം അവിടെ 6 ആണ്. ബാക്കി 2ഉം x⁻5ഉം. പ്ലസ് 6C2 എങ്ങനെ ചെയ്യും? NCR എങ്ങനെയാണ് ചെയ്യുന്നത്? n ഫാക്ടോറിയൽ ബൈ
n മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ആർ ഫാക്ടോറിയൽ അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ 6 × 5/1 × 2 അപ്പോൾ നമുക്ക് എന്ത് കിട്ടി 15 കിട്ടും. അപ്പോൾ 15 × x⁴ × 4 2 സ്ക്വയർ 4 പ്ലസ് ഇനി 63 അതുപോലെ ചെയ്യണം. എങ്ങനെ ചെയ്യും 6 ഫാക്ടോറിയൽ ബൈ അപ്പം 6 × 5 × 4/1 × 2 × 3 ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടി 20 കിട്ടി അല്ലേ. അപ്പോൾ 20 കിട്ടി. 20 x³ 2³ എത്രയാണ് 8 ആണ്. ഇനി അടുത്ത ടേം ഏതാണ്? അടുത്ത ടേം 64 ആണല്ലേ. 64 അപ്പോൾ ഇവിടെ നോക്കാം 64ഉം 62ഉം എന്താണ് ഈക്വൽ ആണല്ലേ. നമ്മൾ പഠിച്ചു NC⁻ഉം n−rഉം ഈക്വൽ ആണെന്ന് പഠിച്ചു. അപ്പോൾ 62ഉം 64ഉം എന്താണ് അവർ രണ്ടുപേരുടെയും വാല്യൂ എന്താണ് സെയിം ആണല്ലേ. അപ്പോൾ 62 നമുക്ക് എത്രയാണ് കിട്ടിയത് 62 നമുക്ക് കിട്ടുന്നത് 62 നമുക്ക് എത്രയാണ് കിട്ടുന്നത് 15 ആണ് കിട്ടിയത് അല്ലേ. 15 × x² 60 പ്ലസ് നെക്സ്റ്റ് ടൈം 65 അല്ലേ. 65ഉം 61ഉം ഈക്വൽ ആണല്ലേ. 65ഉം 61ഉം ഈക്വൽ ആണ്. അപ്പോൾ 6 ആണ് വാല്യൂ കിട്ടിയത്. അപ്പോൾ 6 × x × 32 പ്ലസ് ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ് 66. NCN എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണെന്ന് പഠിച്ചു. NCNൻ്റെ വാല്യൂ എന്താണ് 1 ആണല്ലേ. അപ്പം ബാക്കി എത്ര വരും 2⁻6 ഉള്ളൂ. അപ്പോൾ വാല്യൂ അവിടെ 64. ഇനി ഇതിനെ സോൾവ് ചെയ്ത് എഴുതുക. ഇത്രയും ശ്രദ്ധിച്ച് ചെയ്യുക. എങ്ങനെ കിട്ടും x⁻6 പ്ലസ് 12 x⁵5 പ്ലസ് 60 x⁴ പ്ലസ് 160 x³ പ്ലസ് 240 x² പ്ലസ് 192 x പ്ലസ് 64. അപ്പം ഇതൊന്ന് ചെയ്ത് നോക്കണം. ഓക്കെ.